ചാൻസലർ അവസരം ലഭിച്ചപ്പോൾ ചാൻസലർ കറക്റ്റീവ് ഫോഴ്സായി ഇടപെട്ടുള്ള സംഭവമുണ്ട്. അതില്ലാന്നും പറയാനും പറ്റില്ല. നമുക്കില്ല അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങൾ വളരെ പോസിറ്റീവ് ഇടപെട്ടെന്ന് തന്നെ ഞാൻ പറയും. സംസ്ഥാന സർക്കാർ ഈ നിയമാവലി, ഈ മാനദണ്ഡം ഉണ്ടല്ലോ, യുഎസിലെ മാനദണ്ഡം, അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ചാൻസലർക്ക് ചോദ്യം ചെയ്യാം. പക്ഷേ അല്ലാത്ത പക്ഷം ഈ സംസ്ഥാന സർക്കാരുടെ ആ സമീപനത്തിൽ നിന്നുള്ള എങ്ങനെയാണെന്നാണോ സ്റ്റാറ്റ്യൂട്ട് അനുശാസിക്കുന്നത്, എന്താണ് ആ പ്രക്രിയ, അംഗീകരിക്കപ്പെടുന്ന പ്രക്രിയ, ആ പ്രക്രിയയിൽ തന്നെ ചാൻസലർ വൈസ് ചാൻസലർമാർ വരുന്നതാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം സർവകലാശാലകൾക്ക്. സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. 2 ദിവസം മുമ്പ് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു. കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് 4 പേരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തത് അസാധുവാക്കിക്കൊണ്ടായിരുന്നു കേരള ഹൈക്കോടതിയുടെ വിധി വന്നത്. അസാധുവാക്കുക മാത്രമല്ല കേരള ഹൈക്കോടതി ചെയ്തത്, ഗവർണർക്ക് അങ്ങനെ വളരെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്ന് കേരള ഹൈക്കോടതി പറയുകയും ചെയ്തു. ഈ സർവകലാശാലകളുടെ നിയമനം, സർവകലാശാലകളുടെ സെനറ്റ്, വൈസ് ചാൻസലർ നിയമനം, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കാലങ്ങളായിട്ട് കേരളത്തിലെ ഗവർണർ വളരെ വിമർശനാത്മകമായ ചില നിലപാടുകൾ എടുക്കാറുണ്ട്. നിയമനങ്ങളൊക്കെ ഭരണകക്ഷിയുമായി ബന്ധമുള്ള ആളുകൾക്കാണ് എന്ന ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാറുണ്ട്. കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ പുറത്താക്കിയ നടപടി നമ്മുടെ മുമ്പിൽ. അതിൽ പുറത്താക്കപ്പെട്ടവരിൽ ഒരാളെ ഹൈക്കോടതി ഇടപെട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്തു, കാലിക്കറ്റ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ. ഇങ്ങനെ പല നടപടികളുണ്ട്. ഗവർണറുടെ നടപടികൾ കോടതിയിൽ ഇത് 2ാം തവണയാണ് ഗവർണർക്ക് തിരിച്ചടി ഏൽക്കുന്നത്. അതേസമയം ഗവർണർ എന്തോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്ന പ്രതീതി ജനിപ്പിക്കാൻ ഒരുപക്ഷെ ഗവർണർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു ഈ കാലത്തിനിടെ. അതിനൊക്കെയുള്ളൊരു തിരിച്ചടിയായിട്ട് വേണം ഇപ്പോൾ വന്നിരിക്കുന്ന കേരള സെനറ്റിലേക്ക് അദ്ദേഹം നാമനിർദ്ദേശം നൽകിയ ആളുകളുടെ ആ നാമനിർദ്ദേശം അസാധുവാക്കിയ കേരള ഹൈക്കോടതി നടപടിയെ കാണും. നമുക്കൊപ്പം ഉള്ളത് ദാമോദർ പ്രസാദാണ്. ഈ കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 പേരെ, സർവകലാശാല നിർദ്ദേശിച്ച 4 പേരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഗവർണർ 4 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. അതാണിപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഈ വിധി ഈ സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം റദ്ദാക്കുന്നു എന്നതിനപ്പുറം ഗവർണർ ഈ വിഷയങ്ങളിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ, തീരുമാനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു സാധുത ചോദ്യം ചെയ്യുന്നുണ്ട്. ചാൻസലർ എന്താണ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അക്കാദമിക് അല്ലാത്ത ആൾക്കാരെ സെനറ്റിലേക്ക് വരുന്നു. അതാണ് സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ചാണ്, കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനം ചെയ്യുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ എന്തടിസ്ഥാനത്തിലാണ് ഈ സെനറ്റിലേക്ക് ഇത്ര ആൾക്കാർ എന്നുള്ള ചോദ്യം പ്രധാനമായിട്ട് വരുന്നത്. ഇതും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? ഇതെന്ത് മെറിറ്റാണ് ഈ പറയുന്നവർക്കുള്ളത് എന്ന ചോദ്യം ഗവർണർ നേരിടാൻ ബാധ്യസ്ഥനാണ്. ആ ഒരു ഗവർണർ എന്താണോ യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമി, ആ ഓട്ടോണമിയാണ് കോടതി പലപ്പോഴും നിലനിർത്താൻ ശ്രമിച്ചത്. സുപ്രീം കോടതിയും നിലനിർത്താൻ ശ്രമിച്ച ഓട്ടോണമിയാണ്. ആ ഓട്ടോണമി തന്നെ ഗവർണറോടും പറയുന്നത്. അത്ര ഓട്ടോണമി സർവകലാശാലകൾക്ക് ഉണ്ട്. അപ്പോൾ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് നമ്മുടെ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ മത്സരിക്കുന്നു, തിരഞ്ഞെടുപ്പ്, അപ്പോൾ അവർക്ക് പ്രാതിനിധ്യത്തിന് പല അവകാശമുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം പോലും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഗവർണറുടെ ചാൻസലറുടെ പേരിൽ വരുന്നു എന്ന് പറയുന്നത് അത് നല്ല കാര്യമല്ല. ജനാധിപത്യ ഒരു അക്കാഡമിക് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല. അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ പുറത്താണ് ഹൈക്കോടതി പ്രശ്നം ഉന്നയിക്കുന്നത്. അപ്പോൾ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ചാൻസലറെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെയാണ്. പുനർവിചിന്തനം ചെയ്യേണ്ട കാര്യമാണ് സർവകലാശാല സംബന്ധിച്ചിട്ടുള്ള നിലപാടുകളിൽ ഈ കാര്യം എത്രമാത്രം രാഷ്ട്രീയം. അപ്പോൾ സർവകലാശാലയുടെ ഓട്ടോണമി നിലനിർത്താൻ മാത്രമല്ല ചാൻസലർ ആവർത്തിച്ച് പറയുന്ന കാര്യം സർവകലാശാല CPM ഗവൺമെൻറ്റായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം സർവകലാശാല ഓട്ടോണമിയിൽ ഇടപെടുന്നുള്ളതാണ്. അതാണ് സുപ്രീം കോടതി. അപ്പോൾ ആ ഓട്ടോണമി നിലനിർത്താൻ ചാൻസലർക്കും ബാധ്യതയുണ്ട്. ചാൻസലർക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ നീക്കാനുള്ള ഒരു ഇതില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് എന്താണോ സ്റ്റാറ്റ്യൂട്ടറി മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡം പാലിക്കാൻ ബാധ്യതയുണ്ട്. ആ മാനദണ്ഡം പാലിക്കുമ്പോൾ തന്നെ അത് പബ്ലിക്കിനും അക്കൗണ്ടബിൾ ആവണം. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ സംഘടന, വിദ്യാർത്ഥി സംഘടന പേര് 4 പേരെ നോമിനേറ്റ് ചെയ്യുന്നത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അതിൽ കോടതി ഇടപെടലുണ്ടാവും. ആ കോടതി ഇടപെടലാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതെല്ലാ സർവകലാശാലയിലും നടപ്പാക്കാൻ ബാധ്യതയുണ്ട്. അത് ഏത് സർവകലാശാലയും അത്ര ഒരു വ്യക്തികളെ, അക്കാഡമിക്ക് പ്രസക്തമായ ആ മാനദണ്ഡങ്ങൾക്ക് വിധേയമായ ആൾക്കാർക്ക് പ്രസക്തിയാണ്. പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും കൂടിയാണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ തീർച്ചയായും സംസ്ഥാന സർക്കാരിന് അതിൻ്റേതായ ഒരു സവിശേഷമായിട്ടുള്ള ഒരു റോളും ഉണ്ട്. അത് പറയുമ്പോഴേ ഇപ്പോൾ ഈ ഹൈക്കോടതി വിധിയിൽ ഒരു കാര്യം പറയുന്നത്, ഈ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് വ്യക്തി അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാവരുത് എന്ന് പറയുന്നതിൻ്റെ തുടർച്ചയായിട്ട് കോടതി പറയുന്നൊരു കാര്യം, ഈ സംസ്ഥാനത്തെ സർവകലാശാലകൾ സംസ്ഥാന സർക്കാർ പാസ്സാക്കിയ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ്. ആ നിയമങ്ങൾ കൂടി വിധേയമായിട്ടായിരിക്കണം ഇത്തരം നാമനിർദ്ദേശങ്ങൾ എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതേ ആർഗ്യുമെൻ്റ് തന്നെയാണ് ഇപ്പോൾ വൈസ് ചാൻസലർമാരുടെ നിയമനം, ഇത്തരം കാര്യങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വെച്ചാൽ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകൾ ആ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ച്
വൈസ് ചാൻസലർമാരെ ആണെങ്കിലും സെനറ്റിനെ ആണെങ്കിലും സിൻഡിക്കേറ്റിനെ ആണെങ്കിലും ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് സംസ്ഥാനം ഉന്നയിക്കുന്ന വാദം. അപ്പോൾ ഈ നിയമത്തിന് വിധേയമായിരിക്കണം ചാൻസലർ എന്നുകൂടിയല്ലേ കോടതി പറയുന്നത്? അല്ല, ഇപ്പോൾ ഇന്നലെ ഗവൺമെൻറ് പറയുന്നൊരു കാര്യം, ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിയമസഭ പാസ്സാക്കിയ സ്റ്റാറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ ആവുന്നത്, ഗവർണർ ചാൻസലർ ആവുന്നതാണല്ലോ. അതാണല്ലോ ഗവൺമെൻറ് വാദം. അത് വസ്തുതയാണ്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ UGC റെഗുലേഷൻ എല്ലാ സ്ഥലത്തും ബാധിക്കുന്നുണ്ട്. കാര്യം അപ്പോയിൻമെൻറ്റുകൾക്ക് UGC റെഗുലേഷനാണ് പിന്തുടരുന്നത്. വൈസ് ചാൻസലർ അപ്പോയിൻമെൻറ്റിൽ സംസ്ഥാന സർക്കാർ സ്റ്റാറ്റ്യൂട്ടിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ വൈസ് ചാൻസലറുടെ മാനദണ്ഡം യോഗ്യതയെല്ലാം തീരുമാനിക്കുന്ന UGC റെഗുലേഷൻസ്. അപ്പോൾ ആ മാനദണ്ഡം സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരും ബാധ്യസ്ഥരാണ്. ഇവിടെ പ്രശ്നം എവിടെയാണ് വരുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ഏത് സർക്കാരായിക്കോട്ടെ, അത് ഇടതുപക്ഷ സർക്കാരായിക്കോട്ടെ, വലതുപക്ഷ സർക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ UDF സർക്കാരായിക്കോട്ടെ, അവരുടെ താല്പര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് സുതാര്യത നിലനിർത്താനും അതനുസരിച്ച് അക്കാഡമിക് ഓട്ടോണമി നിലനിർത്താനും ഒരു ബാധ്യത അവർക്കുണ്ട്. ആ ബാധ്യത ലംഘിക്കപ്പെടുമ്പോൾ ചാൻസലർ ലംഘിച്ചാൽ അത് കോടതി ഇടപെടും. അപ്പോൾ അതുകൊണ്ട് ഈ അക്കാഡമിക് ഓട്ടോണമി ആ അക്കാഡമിക് പരമാധികാരം സ്റ്റാറ്റ്യൂട്ടറി ഉള്ളത് പ്രകാരം നടപ്പാക്കാൻ ബാധ്യതയുണ്ട്. അപ്പോൾ രാജീവ് പറഞ്ഞ പോലെ സ്റ്റാറ്റ്യൂട്ടിനകത്ത് ഇങ്ങനത്തെ വകുപ്പുകളൊക്കെ ഉണ്ട്. കാര്യം സിൻഡിക്കേറ്റിൽ നോമിനേറ്റിനെ കുറിച്ച് ഇപ്പോൾ എന്താ പറയുക, ഒരു മാധ്യമപ്രവർത്തനം നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തനം നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്താ പറയുക, നമുക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാം, പക്ഷേ അതൊരു വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടും ആൾക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിലും ബോധ്യപ്പെടുന്ന വിധത്തിലും ഒരു നോമിനേഷനാണെങ്കിൽ നമുക്ക് അത് പൊതു സ്വീകാര്യവും. അല്ലാത്ത പക്ഷം അത് സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യപ്പെടും. അതിൻ്റെ അകത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെടുക്കുന്ന മാനദണ്ഡം, നമ്മളെടുക്കുന്ന മെറിറ്റിൻ്റെ വഴികളും പ്രധാനപ്പെട്ടതാണ്. അത് ഗവർണർ സംസ്ഥാന സർക്കാരും ചെയ്യാൻ ബാധ്യതയാണ്. സംസ്ഥാന സർക്കാർ ഇത് ലംഘിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എതിർപ്പുണ്ടാവും. ഗവർണർ ലംഘിക്കുമ്പോൾ ഇപ്പോൾ അത് കോടതിയിൽ പോയി ഇടപെടണം. പക്ഷേ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കാൻ അങ്ങനെ തന്നെ പാലിച്ചു വരുന്നത്. ഇതിൻ്റെ അകത്ത് എബറേഷൻസ് ഇപ്പോൾ ആദ്യമായിട്ടുണ്ടാവുന്നില്ല, മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള എബറേഷൻസ് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇത് പുതിയതല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം ഈ 10 വർഷം പ്രൊഫസറായിരിക്കാൻ തുടങ്ങിയ വലിയ മാനദണ്ഡങ്ങൾ, കൃത്യമായിട്ട് UGC മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ട് തന്നെയാണ് പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ ഈ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ കാര്യത്തൊക്കെ കൃത്യമായിട്ട് ഇത് പാലിച്ച് തന്നെയാണ് നടപ്പാക്കുന്നത്. അതിൻ്റെ പുറത്തല്ല നമ്മുടെ വൈസ് ചാൻസലർമാരെ ഇപ്പോൾ തന്നെ നീക്കം ചെയ്തിട്ടുള്ളത്. അതൊരു സാങ്കേതിക പിഴവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്ര കാര്യം ഉണ്ടായിട്ടുള്ളത്. അതാണ് കോടതി മുമ്പാകെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിൻ്റെ വരുന്നത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ സെനറ്റിലേക്ക് ഗവർണർ 4 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നു. ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നത് ഏത് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇതിലൂടെ വേറൊരു തരത്തിൽ ഒരു BJPയുടെ സഹയാത്രികൾ അല്ലെങ്കിൽ RSS സഹയാത്രികളായിട്ടുള്ള ആളുകളെ സെനറ്റിലേക്ക് അതുവഴി അതിൻ്റെ ഉയർന്ന ബോഡികളിലേക്കൊക്കെ കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് നടത്തിയിരുന്നത് എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായിട്ടുണ്ട്. അത് ഒരു വിധത്തിൽ നോക്കിയാൽ ഇപ്പോൾ മറ്റ് സർവകലാശാലകൾ, കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിലൊക്കെ നടക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അതാണ് അതിൻ്റെ റൂട്ട് എന്നുള്ളത്. ഇപ്പോൾ കോടതി നടത്തിയ ഈ ഇടപെടൽ ഈ പ്രക്രിയ തടയാൻ സഹായകമായിട്ടൊന്നാണ്. തീർച്ചയായും തടയാൻ സഹായകമാണ്. കാരണം കോടതി അതിൻ്റെ സ്റ്റെപ്പിലേക്ക് പോയി. പക്ഷേ കോടതി എടുത്തൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, കാരണം ഇപ്പം നമ്മൾ രാജ്യം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന സർവകലാശാലത്തിന് സംഘപരിവാർ വൽക്കരണം എന്ന് വിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അക്കാഡമിക് മേഖലയിൽ അത്തരം കാര്യം കടക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ ഔദ്യോഗിക സ്റ്റാറ്റ്യൂട്ടറി ബോഡികളിലൂടെ എങ്ങനെ വന്നാൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു എന്താ പറയുക BJP ഗവൺമെൻറ്റാണ് അധികാരത്തിലെങ്കിൽ ആ പ്രക്രിയയിലൂടെ അവർ സിൻഡിക്കേറ്റ് സെൻറ്റ് വരും. അല്ലാത്ത വശം കേരളത്തിലെ ഒരു സീറ്റിലും ജയിക്കാത്ത രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോളം അവർ പുറത്ത് തന്നെയാണ്. അപ്പോൾ ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടില്ല. അപ്പോൾ ചാൻസലറിലൂടെ അവർ വരിക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമായിട്ട് തോന്നില്ല. കാര്യം ഒരു വളഞ്ഞ വഴി കൂടി കടന്നു വരുന്നതാണ്. മാത്രമല്ല ഇവർ സെനറ്റിലൂടെ വരുന്നവരുടെ ഒരു രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വയ്ക്കുക. ഈ രാഷ്ട്രീയ പ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വയ്ക്കാൻ തന്നെ ആയിരിക്കും വരുന്നത്. അവർ അതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കും. ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ അവർക്ക് അതിൻ്റെ സ്വാധീനം ചെലുത്താൻ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രശ്നം കേരള സമൂഹം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BJPയുടെ നമ്മൾ വ്യക്തമായ BJPയുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ രീതിയിൽ അവരുടെ വിദ്യാർത്ഥി കടന്നു അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ കടന്നു വരുന്നുള്ളത് അതൊരു ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാര്യം അത്ര അവർക്ക് പ്രാതിനിധ്യമില്ല. അപ്പോൾ അവർ ചാൻസലറിലൂടെയാണ് ഈ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് കോടതി തടഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതി അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നോക്കുകയാണ്. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഏതൊക്കെ തന്നെ നോമിനേഷൻ വരികയാണെങ്കിലും ഈ മാനദണ്ഡം നോക്കാൻ, ഇതിൻ്റെ അകത്ത് എന്താണോ പറഞ്ഞ മാനദണ്ഡം നോക്കാൻ ബാധ്യതയുണ്ടല്ലോ. അത് ആർക്കായാലും ആ മാനദണ്ഡം. അപ്പോൾ അത് ആണ് ഈ വിധിയിലൂടെ വ്യക്തമായിട്ടുള്ള എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഗവർണർ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ, കേരളത്തിലെ ഗവർണർ മാത്രമല്ല, ഇപ്പോൾ ബംഗാൾ എടുത്തു കഴിഞ്ഞാൽ ബംഗാളിലെ ഗവർണറും ഏതാണ്ട് സമാനമായ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്തോ വലിയ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്.
ഇവിടെ മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനം അതിപ്പോൾ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ചില രാഷ്ട്രീയ പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വൈസ് ചാൻസലർമാരുടെ നിയമനം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ നിയമിക്കപ്പെട്ട ആളുകൾ അത്ര മോശം ആളുകളാണ് എന്ന അഭിപ്രായവും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒന്നും അത്ര മോശമായിരുന്നില്ല. അത് UDF നിയമിച്ചതാണെങ്കിലും കൊള്ളാം, LDF നിയമിച്ചതാണെങ്കിലും കൊള്ളാം. അപ്പോൾ പക്ഷേ ഗവർണർ ഉന്നയിച്ച ഒരു ഗവർണർ അത് പൊതുമധ്യത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഇത് മൊത്തം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, ഇവിടെ മൊത്തം ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ തകരാറിലാണ്, മുഴുവൻ ബന്ധു നിയമനങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത്തരം ഒരു പ്രചരണമാണ് ഗവർണർ നടത്താൻ ശ്രമിച്ചത്. ഇതിനെ വേറൊരു നിലയ്ക്ക് സാധൂകരിക്കുന്ന വിധത്തിൽ കേരളത്തിലെ പ്രതിപക്ഷവും ഒരുപക്ഷെ മാധ്യമങ്ങളും അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലെങ്കിലും ഈ ബന്ധു നിയമനം എന്നുള്ളതൊരു പ്രശ്നമായി കേസുകളായി മുമ്പിൽ നിൽക്കെ അങ്ങനെ വിമർശിക്കാൻ ഉണ്ട് പ്രതിപക്ഷത്തിനാണെങ്കിലും മാധ്യമങ്ങൾക്കാണ്. പക്ഷേ ഈ വിമർശനം പൊതുവിൽ ഗവർണർ പറയുന്നതൊക്കെ ശരിയാണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ചിരുന്നു കേരളത്തിൽ. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം, ഇതങ്ങനെയല്ല, ഈ ഗവർണർ ഈ പറഞ്ഞു നടക്കുന്നത് മുഴുവൻ യഥാർത്ഥ വസ്തുതകളല്ല. അദ്ദേഹം ഈ പറയുന്നതിന് പിന്നിൽ മറ്റ് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ നിറവേറ്റാൻ കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ പാകത്തിലേക്ക് ഈ കേരള ഹൈക്കോടതിയുടെ വിധി സഹായിക്കുമോ? പൊതുജനങ്ങൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട് എത്രമാത്രം ശ്രദ്ധിക്കുന്നു അറിയില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം രാജീവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പൊതു സർവകലാശാലകൾ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ എന്തോ വലിയ പ്രതിസന്ധി നേരിടുന്നുള്ളൊരു ധാരണ ചിത്രീകരിക്കുന്ന ഒരു പൊതു പ്രവണതയുണ്ട്. നമ്മൾ ഒന്നോ രണ്ടോ അതുപോലുള്ള നിയമനങ്ങൾ അത് തെറ്റായ നിയമങ്ങളായിരിക്കാം, അത് ചോദ്യം ചെയ്യപ്പെടുന്ന കോടതിയുണ്ട് ചോദ്യം ചെയ്യാൻ, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുത്തിയിട്ടുണ്ട്, ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതായത് സുപ്രീം കോടതി നിൽക്കുകയാണ് ഒരു കേസ്. പക്ഷേ നമ്മുടെ പൊതു സർവകലാശാലകൾ കാര്യമായ പ്രവർത്തനം നടക്കുന്ന മേഖലയാണ്. നല്ല ഗവേഷണം നടക്കുന്നുണ്ട്, അതുപോലുള്ള അന്തരീക്ഷം അവിടെയുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാലത്ത് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട വൈസ് ചാൻസലർമാർ പലരും തന്നെ മിക്കവാറും എല്ലാവരും തന്നെ നല്ല ഉന്നത നിലവാരം പുറത്തുവരാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താ പറയുക, ഇപ്പോൾ നിലനിൽക്കുന്ന പല വൈസ് ചാൻസലർമാരും ഇപ്പോൾ അതിനുശേഷം അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഇൻചാർജ് ആയിട്ടുള്ള വൈസ് ചാൻസലർമാരും വളരെ ഉന്നത നിലവാരം. ഞാനിപ്പോൾ അതിൽ നമുക്ക് സംശയം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ കേരളത്തിൻ്റെ അകത്ത് സർവകലാശാലയിൽ നിന്ന് വരുന്നവർ തന്നെയാണ്. മിക്കവാറും അവിടുത്തെ രാഷ്ട്രീയ ഇവരെ നോക്കുകയാണെങ്കിൽ അധ്യാപക സംഘടന ബന്ധങ്ങളെ നോക്കാൻ മിക്കവാറും ഇടതുപക്ഷക്കാരും കൂടിയായിരിക്കാം സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ തന്നെ സർവകലാശാലയെക്കുറിച്ച് അങ്ങനെ ഒരു പ്രതീതി പൊതുവിൽ സൃഷ്ടിക്കാൻ കേരള ശ്രമം നടന്നുണ്ട്. അത് തെറ്റായൊരു കാര്യമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ ഈ സ്വകാര്യ സർവകലാശാല നമ്മളിന്ന് മനസ്സിലാക്കുന്ന പല സ്വകാര്യ സർവകലാശാലയും അവിടെ വിദ്യാർത്ഥികളുടെ ഇൻ്റർവ്യൂ സമീപകാലം നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ടിരുന്നു. കാര്യമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു പരിവേഷം ഇല്ലാതിരിക്കുക, അങ്ങനെ ഒരു ലോകബോധം ഇല്ലാതിരിക്കുക, അങ്ങനത്തെ ഒരു സമയത്ത് നമ്മുടെ സർവകലാശാല അങ്ങനത്തെ ഒന്നല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. എൻ്റെ അനുഭവം ഞാൻ നേരിട്ട് കാണുന്നു. ശരിയാണ്, നമ്മുടെ കേരളത്തിന് പുറത്ത് നമ്മുടെ ഇപ്പോൾ 90-കളിലൊന്നും അവസ്ഥയില്ല. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്തെ അവസ്ഥയില്ല. ഇന്ന് സമ്പന്നരായ മിഡിൽ ക്ലാസ്സിന് കേരളത്തിന് പുറത്ത് തൊഴിൽ അവസരങ്ങളൊക്കെ തേടി കേരളത്തിന് പുറത്തേക്ക് പോകാനൊക്കെ പറ്റുന്ന അവസരം ധാരാളമുണ്ട്. അതുകൊണ്ട് അവർ പോകുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ ഇന്ന് കേരളത്തിന് പുറത്തേക്ക് വിദ്യാർത്ഥികൾ പോകുമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇൻ്റർനെറ്റിലൂടെ അപേക്ഷിക്കാനുള്ള സംവിധാനം എന്നുള്ളൊരു കാലമല്ല. ഇപ്പോൾ നമുക്ക് സർവകലാശാലകൾക്ക് ഉണ്ടെന്നറിയാം. ആ സർവകലാശാലയ്ക്ക് അപേക്ഷ അവിടെ നിന്ന് പോസ്റ്റിൽ വരുത്തി ഇവിടുന്ന് തിരിച്ചയച്ച് അതിന് പോയി അവിടെ ലിസ്റ്റ് ഇട്ടാൽ നമ്മുടെ പേരുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അതിലെന്തെങ്കിലും വല്ല അട്ടിമറി നടന്നു പോലും നമുക്കറിയാൻ സാധ്യതയില്ല. കാര്യം നമുക്കറിയാത്ത പല കാര്യങ്ങളുണ്ടാവും. ഇതൊന്നും അറിയാൻ പറ്റുന്നൊരു കാലമാണ്. ഇന്നിപ്പോൾ അതല്ല. ഇന്നെല്ലാം ഓൺലൈൻ കുട്ടികൾ കൂടുതൽ സൗകര്യം കേരളത്തിന് പുറത്തു പോകാനും സമ്പന്നമായ മിഡിൽ ക്ലാസ് മാത്രം അല്ലാത്ത കുട്ടികളും ഇന്ന് അങ്ങനെ പുറത്തേക്ക് പോകാനാണ്. അതൊരു തെറ്റായ മോശം പ്രവണതയായിട്ട് കാണേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്ക് ഇവിടേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ട കാര്യം. അതെനിക്ക് തീർച്ചയായും പറ്റുന്നതിനാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ നിലയിലാണ് വരെ. പക്ഷേ ഇത് നമ്മുടെ സർവകലാശാല എന്തോ കുഴപ്പമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമായിട്ടൊക്കെ അവതരിപ്പിക്കുക തെറ്റ കാര്യം. നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിൽ പോലും വളരെ പ്രഗത്ഭരായ അധ്യാപകരുണ്ട്, വളരെ കഴിവുള്ള അധ്യാപകരുണ്ട്. അവരൊക്കെ ഇവിടെ തന്നെ നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. അവർക്കും പല ആൾക്കാർക്കും പുറത്തു പോകാൻ അവസരം ഉണ്ടായിട്ടും പലരും തിരിച്ചു വന്നവരാണ്. നമ്മുടെ ഈ വൈസ് ചാൻസലർമാർ പല ആൾക്കാരും വിദേശ സർവകലാശാല പഠിപ്പിച്ചവരും വിദേശ ഗവേഷണ സ്ഥാപനം ജോലി ചെയ്തവരും ആലോചിക്കണം. അവർക്ക് അവിടെ തുടരാമായിരുന്നു. പക്ഷേ അവരൊക്കെ അവിടെ മടങ്ങി വന്ന് ഇവിടെ അവരുടെ താല്പര്യങ്ങൾ കേരളത്തിലാണെന്നുകൊണ്ട് അവർക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങളാണ് താല്പര്യം, അവരുടെ സർവകലാശാലയുടെ കമ്മിറ്റ്മെൻറ്റ് തിരിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ പ്രഗത്ഭർ തന്നെയാണ്. ഇനി അപ്പോൾ പക്ഷേ അതേസമയം ഇങ്ങനെ അബറേഷൻസ് ഉണ്ടായെന്ന് പ്രശ്നം. പക്ഷേ ഈ അബറേഷൻസ് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അത്ര അബറേഷൻസ് അത് നോക്കാൻ ബാധ്യതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര അബറേഷൻസ് ആദ്യമായിട്ടല്ല, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. രാജീവ് ഓർക്കുകയാണെങ്കിൽ നമ്മുടെ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഈ അവിടുത്തെ ഈ അഡ്മിൻ സ്റ്റാഫിൻ്റെ കാര്യത്തിലൊക്കെ വലിയ നിയമത്തിലൊക്കെ എന്തൊക്കെ പ്രശ്നം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ്, നടക്കാൻ പാടാത്ത കാര്യമാണെന്നുള്ള അതൊക്കെ വസ്തുതയാണ്.
അപ്പോൾ അത്തരമൊരു അവസരം ചാൻസലറെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു കറക്റ്റീവ് ഫോഴ്സായി അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ ഒരു അവസരം. കാര്യം സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് വലിയ തരം താല്പര്യമുള്ള ആൾക്കാരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ഇതുപോലെ സെനറ്റിലേക്ക് തിരഞ്ഞെടുപ്പൊക്കെ ശ്രദ്ധിക്കുന്ന കൂടി ഈ അധ്യാപക നിയമനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ഒരു പാരൻസൊക്കെ ഉള്ളൊരു സമൂഹമാണ് കേരളത്തിൻ്റെ, വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുട്ടികളിൽ. അപ്പോൾ ഒരു ഗവർണർക്ക് അല്ല ചാൻസലർക്ക് കറക്റ്റീവ് ഫോഴ്സായി ഒരു അവസരം, അത്തരം അവസരം ലഭിച്ചിരുന്നു. അതൊരു വസ്തുതയാണ് കാര്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഇതുകൊണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ചാൻസലർ അത്ര അവസരം ലഭിച്ചപ്പോൾ ചാൻസലർ കറക്റ്റീവ് ഫോഴ്സായി ഇടപെട്ടുള്ള സംഭവമുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. നമുക്കില്ല അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും വളരെ പോസിറ്റീവ് ഇടപെട്ടെന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്ത ഒരു അനുഭവമാണ് ഇതുണ്ടായത്. ഇത് ഈ രാഷ്ട്രീയ മാനദണ്ഡം എന്താണോ അദ്ദേഹം അവർക്കൊരു ഉന്നയിക്കുന്ന രാഷ്ട്രീയം അതേ രാഷ്ട്രീയ മാനദണ്ഡം പാലിച്ചത്. അപ്പോൾ കൃത്യമായി രാഷ്ട്രീയം നടപ്പാക്കുകയാണ് ചെയ്തത്. ഇത് എത്രമാത്രം പൊതുസമൂഹം ശ്രദ്ധിച്ചെന്നല്ല, പക്ഷേ അത് തിരുത്തപ്പെടേണ്ട കാര്യമാണെന്ന് കോടതി പറഞ്ഞുകൊണ്ട് അത് വലിയ വാർത്തയാണ്. പക്ഷേ മറ്റ് ഒരു എന്താ പറയുക, നമ്മുടെ സാധാരണഗതിയിൽ നീണ്ട ചർച്ചകളൊക്കെ നടത്താറുണ്ട് ടെലിവിഷൻ ചാനലുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരുപക്ഷെ നമ്മുടെ ഈ ചർച്ചയിൽ അപൂർവമായിരിക്കും. ടെലിവിഷൻ ചാനലുകളൊക്കെ ഇതുപോലെ എന്തെങ്കിലും സംസ്ഥാന സർക്കാരിനൊക്കെ എന്തെങ്കിലും തെറ്റുപറ്റിക്കാൻ നീണ്ട ചർച്ചകൾ നടക്കും. പക്ഷേ ഇലക്ഷൻ സമയമായതുകൊണ്ടാണ് ഈ ചർച്ച വലിയ കാര്യം നടന്നില്ല. പക്ഷേ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് അതുകൊണ്ട് തന്നെ ചാൻസലർ തിരുത്താൻ ബാധ്യതപ്പെട്ടൊരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. എന്തുകൊണ്ടാണ് അത് ആ കോടതിയുടെ കറക്ഷൻ വളരെ പ്രസക്തം. അതുകൊണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടവർ ചർച്ച ചെയ്തോ എനിക്കല്ല കാര്യം. നമ്മുടെ സംസ്ഥാന സർക്കാരിന് പറ്റുന്ന തെറ്റുകളോ അല്ലെങ്കിൽ അതേപോലെയുള്ള ചില അപ്പോയിൻമെൻറ്റൊക്കെ നീണ്ട ചർച്ചയ്ക്ക് നീണ്ട വലിയൊരു തലക്കെട്ട് വിധിയാകുമ്പോഴും അവരതിനെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ കമൻറ്റേറ്റേഴ്സ്, അത് ഞാൻ പേരെടുത്ത് പറഞ്ഞ അവർ സ്വന്തമായി വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കാതെ പോയത് അത്ര ശരിയായില്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാര്യം അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, എന്തിനാണ് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യം. ചാൻസലർ സർവകലാശാല ഓട്ടോണമിക്ക് നിൽക്കുകയാണ് ചാൻസലറൊപ്പം, സംസ്ഥാന സർക്കാർ ചാൻസലർ യൂണിവേഴ്സിറ്റി ഓട്ടോണോടൊപ്പം. ആ വിദ്യാഭ്യാസത്തിന് അതാണല്ലോ നോക്കുന്നത്. അപ്പോൾ അതിൽ അപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി വിമർശനം ഉന്നയിക്കരുത്. കാര്യം ഇവിടെ തെറ്റ് പറ്റിയാൽ ആ തെറ്റ് ചൂണ്ടിക്കാണെങ്കിൽ കോടതി നമ്മുടെ പൊതുസമൂഹം ഉയർത്തിക്കൊണ്ടുവന്നോ രാഷ്ട്രീയ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്നല്ല, കോടതി ചൂണ്ടിക്കാണിച്ചാൽ അത് പറയാനും അത് അംഗീകരിക്കാനും നമ്മുടെ രാഷ്ട്രീയ വിമർശകർക്കും അതായത് പൊതുസർവകലാശാല നിരന്തരം വിമർശിക്കുന്നവർക്ക് പോലും അവർ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം നിരന്തരമായി പൊതുസർവകലാശാലയെ ബന്ധപ്പെട്ട് എന്തെങ്കിലും അപരക്ഷണം ഉടനെ പരിഹാസമായിട്ട് വരും. അപ്പോൾ വാസ്തവത്തിൽ ഇവർ സർവകലാശാലയിൽ നടക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ഗൗരവമായിട്ട് അന്വേഷിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവർ എന്താ നടക്കുന്ന ഗവേഷണം നടക്കുന്നുണ്ടോ, ഒരു പൊതുചിത്രം നൽകുക ചെയ്യുന്നത് വാസ്തവത്തിൽ അതല്ല. അതുകൊണ്ട് അവരും ഇതിന് തിരുത്തേണ്ടത്. കാര്യം അവർ നേരിട്ട് പരിശോധിക്കേണ്ടതാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ ഹാർവാർഡും യേലും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പലതും ആലോചിക്കണം. നമ്മുടെ ചരിത്രമായ സാഹചര്യങ്ങൾ, വിദ്യാർത്ഥികൾ വരുന്ന സാഹചര്യം, അല്ലാണ്ട് നമ്മൾ ഇതിനെ പുറം വെച്ച് ഒരു എന്താ പറയുക വെറുതെ ഉള്ളൊരു ഹൈറാർക്കിയുടെ അടിസ്ഥാനത്തിൽ ലോക വിദ്യാഭ്യാസ ഹൈറാർക്കിയുടെ അടിസ്ഥാനത്തിൽ വികസിത മുതലാളിത്ത രാജ്യത്തിലെ ഒരു സർവകലാശാല പോലെ ആയിരിക്കില്ല മൂന്നാം ലോക രാജ്യത്തിൽ ഒരു സർവകലാശാല പ്രവർത്തിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷം അതിൻ്റെത് എന്നിട്ടും നമുക്ക് വളരെ മികവ് നേടാൻ സാധിച്ചിട്ടുണ്ട്. നാക്കിലൊക്കെ വളരെ ഉയർന്ന മികവ് നേടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്ന ക്രെഡിറ്റ് ആയിട്ടല്ല പറയുന്നത്, സർവകലാശാലകളിലെ അധ്യാപകരും അവിടുത്തെ വിദ്യാർത്ഥികളും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും നടത്തിയ പ്രവർത്തനത്തിൻ്റെ മികവാണത്. മിക്ക സർവകലാശാല നന്നായി തന്നെ പ്രവർത്തിക്കുന്നു. നമ്മുടെ അഡ്മിനിസ്ട്രേഷനൊക്കെ പല രീതിയിലും വളരെ ഉയർന്ന രീതിയിൽ പോയിട്ടുണ്ട്. നമുക്ക് ഇത് സർക്കാരേതരമായിട്ടാണ് പറയുന്നത് ഞാൻ, സർക്കാരേതര കാര്യം പലതരത്തിലും നമ്മുടെ ഇപ്പോൾ റിസൾട്ട് പ്രോംപ്റ്റായിട്ട് വിടുക. BSc BA കഴിഞ്ഞാൽ ആ സമയത്താണ് റിസൾട്ട് വിടുന്ന കാര്യം. 4 ഇയർ ഡിഗ്രി ആവുന്നത് എത്ര കാര്യക്ഷമമായിട്ട് നടത്തി. അപ്പോൾ ഇതൊക്കെ ഞാൻ വിമർശിക്കുന്ന കാര്യം വിമർശിക്കപ്പെടേണ്ട കാര്യം, ഒരുപാട് അപരക്ഷണം നമ്മൾ വിമർശിക്കാറുണ്ട്. പക്ഷേ ഇത്തരം കാര്യം നടക്കുന്നത് നമ്മൾ കാണാം. അപ്പോൾ ഇത് ഏകപക്ഷീയമായിട്ട് ഞാനിത് ചാൻസലർ മാത്രമല്ല, ഏകപക്ഷീയമായി സർവകലാശാലകൾ വളരെ മോശമെന്ന് പറയുന്നൊരു പ്രവർത്തനം കേരളത്തിൽ പൊതുവെ നടന്നു വരുന്ന കാര്യമാണ്. അതും കൂടി തിരുത്തപ്പെടാനുള്ള അവസരമായിട്ടാണ് ഇത് കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഗവർണറുടെ കാര്യത്തിലിപ്പോൾ സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം കോടതി റദ്ദാക്കുന്നു. അത് അദ്ദേഹത്തിന് ഇനി പുതിയ പട്ടിക സമർപ്പിക്കണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അത് സമർപ്പിക്കുമ്പോൾ നേരത്തെ സർവകലാശാല നിർദ്ദേശിച്ച ആളുകൾ അതുകൂടി പരിഗണിച്ചിട്ട് വേണം പുതിയ പട്ടിക സമർപ്പിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ ഇപ്പോൾ ഇനിയിപ്പോൾ വൈസ് ചാൻസലർമാരുടെ നിയമനം ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. സെർച്ച് കമ്മിറ്റി ഇതേവരെ ഫോം ചെയ്തിട്ടില്ല. സെർച്ച് കമ്മിറ്റി ഫോം ചെയ്യാത്തത് സംസ്ഥാന സർക്കാർ അവരുടെ പ്രതിനിധിയെ നിയോഗിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഗവർണർ കോടതിയെ സമീപിക്കാൻ പോകുന്നു. അപ്പോൾ ഇനിയിപ്പം ഈ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിലും സമാനമായ രീതിയിൽ കുറെ കൂടെ യുക്തിസഹമായി പ്രവർത്തിക്കാൻ ചാൻസലർ നിർബന്ധനാകുന്നൊരു സാഹചര്യം ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലുണ്ടാവും. അത് തീർച്ചയായിട്ടും. ചാൻസലർ ടേം എത്ര മണിക്ക് എത്ര അല്ല ചാൻസലർ ടേം ഏത് കാലഘട്ടം എനിക്ക് വരെ അറിയില്ല. ചാൻസലർ ടൈമിന് അടുത്ത് ചാൻസലർ വരും. കാര്യം അത് എന്തായാലും ചാൻസലർ എന്തൊക്കെ തന്നെയാണെങ്കിലും രാഷ്ട്രീയ അപ്പോയിൻമെൻ്റ് ആണല്ലോ. അപ്പോൾ അദ്ദേഹം ഏത് ചാൻസലറാണെങ്കിലും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ആ ചാൻസലർ കാര്യങ്ങൾ കാണുന്നത്. സംസ്ഥാന സർക്കാരിന് സംസ്ഥാന തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ ബോർഡിന് ചാൻസലറും രാഷ്ട്രീയത്തിലെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. കാര്യം രാഷ്ട്രീയ അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഇവിടെ നമ്മുടെ സർവകലാശാല പുതിയ ഭേദഗതി നിയമം അംഗീകരിച്ചിട്ടില്ല.
അത് ചാൻസലർ ഓഫീസിൽ വാർത്താക്കുറിപ്പ് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു സമയം. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, ഇനി വൈസ് ചാൻസലർമാരുടെ നിയമനം അടിയന്തരം നടക്കേണ്ടതാണ്. കാര്യം ഇതുപോലെ ഇൻചാർജ് വൈസ് ചാൻസലർമാർ വെക്കുന്ന സമയത്ത് അവർ മോശക്കാരായിട്ട് പറയല്ല, അവർ വൈസ് ചാൻസലർ അർഹത ഉള്ളവരാണ്. പക്ഷേ അവർക്ക് പോലും ഇൻചാർജ് ആവുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അവർക്ക് ആ സമയം അവർക്ക് അവിടെ വിനിയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം അറിയാൻ ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ ഈ നിയമാവലി, ഈ മാനദണ്ഡം ഉണ്ടല്ലോ, യുജിയുടെ മാനദണ്ഡം, അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ചാൻസലർക്ക് ചോദ്യം ചെയ്യാം. പക്ഷേ അല്ലാത്ത പക്ഷം സംസ്ഥാന സർക്കാരുടെ ആ സമീപനത്തിൽ നിന്നുള്ള എങ്ങനെയാണോ സ്റ്റാറ്റ്യൂട്ട് അനുശാസിക്കുന്നത്, എന്താണ് ആ പ്രക്രിയ, അംഗീകരിക്കപ്പെടുന്ന പ്രക്രിയ, ആ പ്രക്രിയയിൽ തന്നെ ചാൻസലർ വൈസ് ചാൻസലർമാർ വരുന്നതാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം സർവകലാശാലകൾക്ക്. കാരണം പല വൈസ് ചാൻസലർമാരുടെയും കാലം കഴിയാൻ പോവുകയാണ്, അവരുടെ ടേം കഴിയാൻ പോവുകയാണ്, പല സ്ഥലത്തും വൈസ് ചാൻസലർമാരില്ല. അപ്പോൾ ഈ ഒരു സംവിധാനം ഒരുക്കേണ്ടത് ചാൻസലർക്ക് നിയമപരമായിട്ടും കൂടി ബാധ്യതയുള്ളതാണ്. ആ ചാൻസലർ അതേസമയം ചെയ്യുന്ന സമയത്ത് ഇടപെടാലോ. കാര്യം യുജിയുടെ മാനദണ്ഡമുണ്ട്, ആ യുജിയുടെ മാനദണ്ഡം വിരുദ്ധമായിട്ടാണ് ചാൻസലർ വൈസ് ചാൻസലർമാരുടെ പേര് വരുന്നതെങ്കിൽ ചാൻസലർ സ്വാഭാവികമായിട്ട് തട്ടിക്കളയാം. അല്ലാത്ത പക്ഷം ഈ പ്രക്രിയ സുഗമമായി നടത്താനും ഒരു സർവകലാശാലയുടെ ഒരു സംവാദത്തിൽ ഏർപ്പെടാനും അത് ശരിയായ രീതിയിൽ എന്താണ് ഈ തർക്കത്തിന് പോവാതെ, ഈ തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സർവകലാശാലകൾക്കും വിദ്യാഭ്യാസത്തിനും ഗുണമൊന്നുമില്ല. അതൊരു പരിഹരിക്കാൻ ചാൻസലർക്ക് തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. സംസ്ഥാന സർക്കാരിനെക്കാളും ചാൻസലറാണല്ലോ പരമാധികാരി. ഇപ്പോൾ ചാൻസലറിനെ മുൻകൈ എടുക്കേണ്ടതാണ് അക്കാഡമിക് സമൂഹത്തിൻ്റെ തന്നെ അഭിപ്രായം എനിക്ക് തോന്നുന്നു. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പോൾ ഗവർണർ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന നിയമനങ്ങളാണ്. ഈ സെനറ്റ് ഇപ്പോൾ 4 പേരെ നിയോഗിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ഗുണമാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്? ഇപ്പോൾ 4 പേരെ ഗവർണറുടെ താല്പര്യത്തിന് ആ രാഷ്ട്രീയം പരിഗണിച്ചുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. അത് ഇപ്പോൾ തൽക്കാലം റദ്ദാക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് താല്പര്യങ്ങളാണ് അതുവഴി നടപ്പാക്കാൻ സാധിക്കുക? ഇപ്പോൾ സെനറ്റിലൂടെ എത്രമാത്രം ഫലവത്തായ രീതിയിൽ വരാൻ പറ്റില്ല. പക്ഷേ സെനറ്റിലൂടെ മത്സരം പിന്നെ സിൻഡിക്കേറ്റിലൊക്കെ എത്താനുള്ള സാഹചര്യം, സിൻഡിക്കേറ്റിലേക്ക് നോമിനേഷൻ ഉണ്ട്, അങ്ങനെ കാര്യങ്ങളെങ്കിലും ഇടപെടാൻ പറ്റുമല്ലോ. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സാന്നിധ്യം, ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രാതിനിധ്യമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോളം സെനറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെനറ്റിൻ്റെ സങ്കല്പം തന്നെ, സെനറ്റ് തമ്മിൽ ആ റോമൻ സങ്കല്പം അതിൻ്റെ അകത്തുണ്ട്. സെനറ്റ് ഒരു യൂണിവേഴ്സിറ്റി സെനറ്റ് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെനറ്റ് കാര്യം ഒരു ജനാധിപത്യ സങ്കല്പം സെനറ്റിൻ്റെ അകത്തുണ്ട്. കാര്യം നമ്മുടെ രാഷ്ട്രീയക്കാരെ മുഴുവൻ അടച്ച് പുറത്താക്കി കുറച്ച് ടീച്ചേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ അക്കാഡമിക്സ് മാത്രം നടത്തേണ്ടതല്ല. സെനറ്റ് വിശാല സങ്കല്പമാണ്. സമൂഹത്തിൻ്റെ എല്ലാ പ്രതിനിധികളുണ്ട്, ട്രേഡ് യൂണിയൻ ലീഡേഴ്സുണ്ട്, പഞ്ചായത്തിലെ അംഗങ്ങളുണ്ട്, സ്കൂൾ അധ്യാപകരുണ്ട്. അങ്ങനെ വലിയൊരു പ്രാതിനിധ്യമാണ്. കാര്യം സർവകലാശാലയുടെ വേറെ തരത്തിൽ അക്കൗണ്ടബിലിറ്റിയുടെ സ്വഭാവം കൂടിയാണ് സെനറ്റർ സങ്കല്പം. അത് വളരെ ഉദാത്തമായിട്ടുള്ള ജനാധിപത്യ സങ്കല്പമാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിന് സമൂഹത്തിൻ്റെ പ്രാതിനിധ്യമാണ്. പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയ പ്രാതിനിധ്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രാതിനിധ്യം എങ്ങനെയാണ്, ആർക്കൊക്കെയാണുള്ളത്, അവരായിരിക്കണം അതിന് പ്രാമുഖ്യമുണ്ട്. അല്ലാതെ വളഞ്ഞ വഴി കൂടെ ആൾക്കാർ കയറി വരുന്നത് അത്ര നല്ല കാര്യമാണെന്ന് തോന്നില്ല. അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റ് സംസ്ഥാനം, ഇപ്പോൾ BJP ആയിരിക്കും സംസ്ഥാനം ഒരു സ്ഥലത്ത്, ഇപ്പോൾ അവിടെ ചാൻസലർക്ക് ഇടതുപക്ഷ അനുഭവ ചാൻസലർ ഇല്ലായിരിക്കുക, ഒരു CPM മെമ്പറൊക്കെ കയറ്റിയാൽ ആരും അംഗീകരിക്കുമോ? കാര്യം അവിടെ പ്രാതിനിധ്യമില്ലാത്ത പാർട്ടി ആയിരിക്കാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യം, തിരഞ്ഞെടുക്കപ്പെട്ട പ്രാതിനിധ്യം പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾ തിരഞ്ഞെടുത്താണല്ലോ വരുന്നത്. ആ പ്രാതിനിധ്യത്തിൽ ആർക്കാണോ പ്രാതിനിധ്യമുള്ളത് അവർ തന്നെയാണ് വരേണ്ടത്. ആ സെനറ്റെന്ന് വിശാലമായ സങ്കല്പം അത് പ്രധാനപ്പെട്ട കാര്യം. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് സെനറ്റിനെ കുറിച്ച് വിമർശിക്കാൻ രാഷ്ട്രീയക്കാരിയിരിക്കുന്നു. അതൊന്നും ശരിയല്ലാത്ത കാര്യമാണ്. കാര്യം ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ടൊരു ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ട്, അവരൊക്കെ വരേണ്ടതാണ് അതിൻ്റെ അകത്ത്. കാര്യം സെനറ്റിൻ്റെ സങ്കല്പം അതാണ്. അത് പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഡിബേറ്റ് ചെയ്യാനും ചർച്ച ചെയ്യാനുള്ള അവസരമാണ് സെനറ്റിൽ. ഞാൻ മനസ്സിലാക്കുന്ന സെനറ്റിൽ എൻ്റെ അനുഭവം വെച്ചിട്ട്, ഞാൻ സെനറ്റ് മെമ്പർ ആയിട്ട് സെനറ്റിൽ നമ്മുടെ പലപ്പോഴും ഒരു സാക്ഷ്യത്തിലേക്ക് കണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡിബേറ്റിൽ നടക്കാറുണ്ട്. അത് ഉയർത്തിക്കൊണ്ടാറ് സാധനം അക്കാഡമിക്സ് മാത്രമല്ല, ട്രേഡ് യൂണിയൻ ലീഡേഴ്സൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഡിബേറ്റിൽ ഉയർത്തിക്കൊണ്ടുണ്ട്. വളരെ ആഴത്തിൽ പഠിച്ചു വരുന്ന, അക്കാഡമിക്സ് അല്ല പറയുന്നത്, ഞാൻ ആഴത്തിൽ പഠിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് രാഷ്ട്രീയ നിലപാടുമുണ്ട്. അപ്പോൾ അത്തരം രാഷ്ട്രീയ നിലപാട് പ്രതിഫലിക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെ നമുക്ക് അസ്വീകാര്യമായൊരു നിലപാട്, കേരളം അംഗീകരിക്കാത്തൊരു അസ്വീകാര്യമായ നിലപാട് വരുന്ന അത്ര ഗുണകരമായിരിക്കില്ല. കേരളം അംഗീകരിക്കുകയാണെങ്കിൽ അത് സിറ്റുവേഷൻ മാറി. കേരളം അംഗീകരിക്കാത്ത കേരളത്തിൽ പൊതുവെ അസ്വീകാര്യമായ നിലപാട് കേരളത്തിൽ സ്വീകാര്യമാവുന്നതിന് മാനദണ്ഡം നമ്മൾ തിരഞ്ഞെടുപ്പ് തന്നെയല്ലേ, ജനാധിപത്യ സംവിധാനം തിരഞ്ഞെടുപ്പും. അല്ല, അത് പറയുമ്പോഴേ ഇപ്പോൾ നമ്മൾ മുൻകാലത്തെ ഒരു കീഴ്വഴക്കമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സെനറ്റിലേക്കാണെങ്കിലും വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരോ അല്ലെങ്കിൽ ജനഹിതമുള്ള ഭരണകൂടമോ നിർദ്ദേശിക്കുകയും ശുപാർശ ചെയ്യുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു കീഴ്വഴക്കം. ആ കീഴ്വഴക്കം ഒരുപക്ഷെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ ആ കീഴ്വഴക്കം അപ്പാടെ അട്ടിമറിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് അത്രത്തോളം ഗുണകരമല്ല. ഗുണകരമല്ല. അതിൻ്റെ
ഈ നമ്മൾ മുമ്പ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒക്കെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ യു എസ് റെഗുലേഷൻ വരുന്നതിന് മുമ്പുള്ള യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭമായ വൈസ് ചാൻസലർമാരോ അല്ലെങ്കിൽ അക്കാഡമിഷ്യൻസ് ഒന്നും ഒരു പക്ഷേ ഈ യു എസിൽ കൃത്യമായി 10 വർഷം 10 വർഷം പ്രൊഫസറായിട്ടുള്ള ആൾക്കാരൊന്നും ആവണമെന്നില്ല. പക്ഷേ അവർ ഒരു മികൽബും ഒരു പ്രാഗൽഭ്യം വളർത്തിയിരുന്നു. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് PG പോലെ ആൾക്കാരൊക്കെ സിൻഡിക്കേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിബേറ്റ് ആ കാലത്ത് ഗംഭീരമായിരുന്നു കേട്ടിട്ടുണ്ട്. കാര്യം അങ്ങനത്തെ പല വിഷയങ്ങളും അക്കാഡമിക്കല്ല, PG അക്കാഡമിക്കല്ല, ജേർണലിസ്റ്റാണ്. പക്ഷേ അക്കാഡമിക്കളെക്കാൾ ഗംഭീരമായി ഇടപെടാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരം ഒരു രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശിക്കുന്നവർ അങ്ങനെ രീതിയിൽ അല്ലാണ്ട് മുഖം കനപ്പിച്ച് വരുന്ന ആൾക്കാരെ കൊണ്ട് കാര്യമല്ലോ. കാര്യം അത്തരം അക്കാഡമിക് ഡിബേറ്റ് കൊണ്ടുപോകാനും അക്കാഡമിക് സമൂഹമായിട്ട് സംവാദത്തിൽ ഏർപ്പെടാനും പറ്റുന്ന ആൾക്കാരും കൂടി ആയിരിക്കണം. അത് രാഷ്ട്രീയ പാർട്ടിയും കൂടി ബാധ്യത. കാര്യം അത്ര ഉയർന്ന ആൾക്കാർ ഉയർന്ന ചിന്ത അങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ ദീർഘ പാരമ്പര്യം നമ്മുടെ സർവകലാശാലകൾക്കുണ്ട്. അതിൻ്റെ മികവാണ് പല സർവകലാശാലയും പുലർത്തുന്നതും. അപ്പോൾ അത്തരം ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികൾ നോക്കാൻ ബാധ്യതയുണ്ട്. കാര്യം അങ്ങനെ ഒരു പൊതുസമൂഹം ഇങ്ങനെ ആൾ വന്നാൽ അത് പൊതുസമൂഹത്തിന് അംഗീകരിച്ച ഒരാളായിരിക്കും. അപ്പോൾ അത്തരം ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ എന്താണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡിബേറ്റുകൾ ഇപ്പോൾ 4 വർഷം ആവുന്നു, സർവകലാശാല 4 വർഷം ഡിഗ്രി പോകുന്നു. അപ്പോൾ അത് വലിയ ഡിബേറ്റ് ക്യാമ്പസുകളിലും സർവകലാശാലത്തിലൊക്കെ ഉണ്ട്. കാരണം NEP-യുടെ നയത്തിൻ്റെ തുടർച്ച അതിൻ്റെ അകത്തുണ്ട്. പറയുമ്പോൾ 2 വർഷം അങ്ങനെയുള്ള ചില NEP പറയുന്ന അനുശാസിക ചില മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയാൽ 4 വർഷത്തേക്ക് മാറുകയാണ്. അപ്പോൾ കർണാടക 3 വർഷം തിരിച്ചു പോകുന്നുള്ളൊരു വാർത്ത എവിടെ കണ്ടിരുന്നു. പക്ഷേ 4 വർഷം ആവുന്ന സമയത്ത് എങ്ങനെയാണ് അക്കാഡമിക് സമയത്ത് വരാൻ പോണ മാറ്റം, എന്തൊക്കെ തരത്തിലുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വരേണ്ട മാറ്റം, നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലെ പരിശീലനങ്ങൾ വരുന്ന മാറ്റം, ടീച്ചർക്ക് അധ്യാപകർക്ക് വേണ്ട പുതിയ പരിശീലനങ്ങൾ, ഇതൊക്കെ ഉയർന്നതിൽ ഡിബേറ്റ് ചെയ്യപ്പെടാൻ സാധിക്കും. ഒരു സാങ്കേതിക തലത്തിൽ മാത്രമല്ല സിൻഡിക്കേറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ നിലയിൽ പ്രാതിനിധ്യം വലിയ പ്രധാനപ്പെട്ട അവിടെ രാഷ്ട്രീയം ഇങ്ങനെ നമ്മൾ ഒരു അസ്വീകാര്യമായ അല്ലെങ്കിൽ കേരളം സ്വീകരിക്കാത്ത രാഷ്ട്രീയ പ്രാതിനിധ്യം വന്നാൽ അവർ വേറെ അജണ്ടയായിട്ടായിരിക്കും വരിക. അത് തീർത്തും ഗുണകരമല്ല നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത് നോക്കാനും കൂടി ചാൻസലർ ബാധ്യതയുണ്ട്, സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. റൈറ്റ്. കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 4 പ്രതിനിധികളെ ആ നാമനിർദ്ദേശം അസാധുവാക്കുമ്പോൾ സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം മാത്രമല്ല യഥാർത്ഥത്തിൽ അസാധുവാക്കപ്പെടുന്നത്. ഒരു ഹിതകരമല്ലാത്തൊരു രാഷ്ട്രീയത്തിന് കടന്നു വരാൻ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നീക്കം കൂടിയാണ് അവിടെ അസാധുവാക്കപ്പെടുന്നത്. അതിലുപരി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ സർവകലാശാല തലങ്ങളിൽ ഒക്കെ വഴിവിട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന പ്രചാരണം അഴിച്ചുവിടാൻ ഗവർണർ നടത്തിയ നീക്കങ്ങൾ കൂടിയുള്ള തിരിച്ചടിയായി വേണം കേരള ഹൈക്കോടതിയുടെ വിധിയെ നമ്മൾ മനസ്സിലാക്കാൻ. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.